ഇവിടുന്ന് പോകുമ്പോൾ 800 വർഷം പഴക്കമുള്ള ഒരു ചർച്ചിലോട്ടാണ്. ഒന്ന് 2 7 നില പൊക്കമുണ്ട് ആ ബിൽഡിങ്, അറിയാമോ? പക്ഷേ ആ ബിൽഡിങ്ങിന് 900 വർഷം മുന്നേ ഇവർ ഇത്രയും വലിയൊരു ബിൽഡിങ് നോക്കി, അത് ഒരു 7 നില പൊക്കമുണ്ട്. അതിൽ സ്ട്രെച്ച് ഇന്ത്യയിലും തൂങ്ങി കിടന്ന് കയറിയല്ലേ കല്ലെടുത്തെറിഞ്ഞ്. പെയിൻ്റ് അടിക്കണം എന്തായാലും, എല്ലാ കല്ലിനും ഒരേ കളറാണ്. അപ്പോൾ അത് തരാം കുറേ ഭാഗമൊക്കെ പൊട്ടി പോയിട്ടുണ്ട്. അവിടെ കുറച്ച് ഭാഗമൊക്കെ പൊട്ടി പോയിട്ടുണ്ട്. മുകളിലൊക്കെ അത് പൊട്ടി താഴോട്ട് വീഴാതിരിക്കാൻ ബിൽഡിങ്ങിൻ്റെ ആ ചിത്രപ്പണിയുള്ള എന്താ പറഞ്ഞാൽ ആൾക്കാർ രൂപമുള്ള സ്ഥലമുണ്ട്. മൂന്ന് ഗോപുരമുണ്ട്. അതിലെ സാധനം പൊട്ടി വീഴാതിരിക്കാനാണ് ആ ഗ്രില്ലടിച്ച് വെച്ചേക്കുന്നത്. പൊട്ടി താഴോട്ട് വീഴാതിരിക്കുക, ഇൻ കേസ് എന്തായാലും പൊട്ടലാണ്. ഈ സാധനം നല്ല ഭംഗിയുണ്ട്, ഗോൾഡൻ കളർ. ഡൊണേഷൻ വല്ലതും കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. അത് അവർ വോളണ്ടറിയാണ്, നിങ്ങൾക്ക് നിർബന്ധിക്കില്ല. പിന്നെ നിങ്ങളത് ചുറ്റിക്കാണാൻ 1 രൂപ പോലും കൊടുക്കേണ്ടതാണ് അവർ പറയുന്നത്. പക്ഷേ ഇതെന്താ ഇതിൽ വിൽക്കാൻ വെച്ചിരിക്കണം. ഇതിൻ്റെ അകത്ത് തന്നെ ജ്വല്ലറീസും പിന്നെ റം, ജിന്ന് അങ്ങനെയുള്ള ഒരു സാധനമുണ്ട്. 42 കൊണ്ട് കൊള്ള സാധനം. ഇത് സിൽവർ ആയിരിക്കും. അതെ, സ്റ്റെർലിംഗ് സിൽവറാണ് വെച്ചിരിക്കുന്നത്. ഇവിടെയുണ്ട്. ഇത് മറ്റേ നമ്മൾ ഇവിടെ പോകുമ്പോൾ വാങ്ങുന്നില്ല, മറ്റേ എന്താണ് സൊവനിയർ. ഇവിടെ നാണയം കോയിൻസാണ്. നല്ല രസമുണ്ടല്ലേ. പേന കച്ചവടം മനസ്സിലായി. അപ്പോൾ ഈ കത്തീഡ്രലിൻ്റെ ഭാഗമായിട്ട് അവർ വിൽക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇത് കത്തീഡ്രലിൻ്റെ ബിസ്ക്കറ്റാണ്. ടർക്കി ബിസ്ക്കറ്റ്. ഇത് മഗ്, കപ്പ് കാര്യങ്ങൾ. പിന്നെ ഈ ഇവിടുത്തെ ഫോട്ടോസാണ്. ഒരു ഫോട്ടോയ്ക്ക് 50 പെന്നി, അതായത് നാട്ടിൽ 50 രൂപ. കത്തീഡ്രലിൻ്റെ ഇതിലുള്ള ഒരു മോണോപ്പൊളി ഗെയിം. ഇത് മിക്കാൻ പറ്റും സാധനങ്ങൾ. ടവൽസ്, പിന്നെ ബാഗാണ്, നമ്മളെ ജെൻസി പിള്ളേരെ ബാഗ് അല്ലേ. പിന്നെ ഇവിടെ കുറച്ച് ബുക്കുകളുണ്ട്, പിന്നെ പെൻസുണ്ട്. ഇതെല്ലാം വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്.
ക്യാൻഡിൽസ് ആണ് ഒരു സെൻറ്റഡ് ക്യാൻഡിൽസ് ഇവർ അധികം ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ സെൻറ്റഡ് ക്യാൻഡിൽസ് അവിടെ അങ്ങനെ സെയിം സാധനം റംജി അങ്ങനെയുള്ള സാധനം, പിന്നെ കോയിൻസ് അങ്ങനെയുള്ള സാധനങ്ങൾ വേറൊരു ഷെൽഫിൽ വെച്ചിരുന്നത്. ഇതെല്ലാം മിക്ക വെച്ചിരിക്കുന്നത്. ഇതാണെങ്കിൽ കുറച്ച് ബൗൾസാണ്. എഗ്ഗാണത്. എഗ്ഗ് എന്ത് ഈസ്റ്റർ എഗ്സ്. ഇവിടെ ഇത് ഈ ഇരിക്കുന്നത് അതാ ഹാപ്പി ഞാൻ ഈസ്റ്റർ. അതെല്ലാം ഈ ബൗൾസ് ഉണ്ടോ, ഞാൻ അതാണ് ബൗൾസാണ് ബൗൾസ് ബൗൾസ് പറഞ്ഞ പിന്നെ എന്താ അറിയാലോ 3D പ്രസം സാധനങ്ങളാണ്. ഇത്ര സാധനം മിക്ക 18 കൊണ്ട് 10 കൊണ്ട് ആ കുരിശിന് കത്തിച്ച് വയ്ക്കുന്ന സ്ഥലം, ക്യാൻഡിൽസ് കത്തിച്ച് വയ്ക്കുന്ന സ്ഥലമാണ്. പിന്നെ ഒരു വുഡൻ പ്രതിമ സ്റ്റാച്യു ഓഫ് സെൻറ്റ് പീറ്റേഴ്സ് പിന്നുള്ള ഒരു അതിന്റെ വലിപ്പം നോക്ക്. തടി ഇത് വുഡൻ തടി വെച്ചുണ്ടാക്കിയ നമ്മൾ ഇതിലൊക്കെയാണ് ഗെയിം ഓഫ് ത്രോണിലൊക്കെ കാണുമല്ലോ വലിയ ആദ്യത്തെ സെറ്റപ്പ്. പിന്നെ പ്രേയറായില്ല ഇതിൻ്റെ അകത്തമ്മ നമുക്ക് ഈ ബിൽഡിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇത്രയും ബിൽഡിങ് അവർ എന്തിനാണ് ഇത്രയും വലുത് ഉണ്ടാക്കിയത്? എന്തൊരാവശ്യത്തിനായിരിക്കും? അതായത് ഇംഗ്ലീഷ് ആയിട്ട് പണ്ട് വൈക്കിങ്സ് കണ്ടിട്ടുണ്ടോ സീരീസ്? അതായത് പണ്ട് ഇംഗ്ലണ്ട് ഏറ്റവും കൂടുതൽ നേരിട്ട എന്താണ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ വൈക്കിങ്സിൻ്റെ ആണ്. അതായത് ഇവിടെ ഇല്ലേ അയർലൻഡുകാരില്ലേ വൈക്കിങ്സ്, അയർലൻഡ് ഗ്രീൻലാൻഡ് അങ്ങനെ ഇവിടെ അയർലൻഡാണ് എൻ്റെ വിശ്വാസം. അല്ല അത് കട്ട് ചെയ്യുന്നത്. ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സീരീസ് കണ്ടിട്ടുണ്ടോ വൈക്കിങ് സീരീസ്? നെറ്റ്ഫ്ലിക്സിലുണ്ടെന്ന് തോന്നുന്നു. ഇന്ത്യയിലെ അതിലാണ് കിട്ടണമെന്ന് അറിയില്ല. അപ്പോൾ വൈക്കിങ്സുകാരാണ് ഏറ്റവും കൂടുതൽ ഇംഗ്ലണ്ടുകാരെ ഈ UK ആക്രമിച്ചു. അപ്പോൾ അവർ ഈ പള്ളിയൊക്കെ ആക്രമിച്ചിട്ടുണ്ട്, അതിന് ഡിസ്ട്രക്ഷൻ നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇതിനാണ് റീബിൽഡ് ചെയ്തെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇത് ഫിൽറ്ററാണ്. ഇത് നേരത്തെ അവിടെ കണ്ട അതേ ഫിൽറ്ററാണ്. ഇവിടെ ഒരു ഗുഹ ഉണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് എനിക്ക് സ്പെഷ്യൽ പ്രൈസ് ആയിരിക്കും. എന്താണ് സംഭവം എന്ന് അറിഞ്ഞിട്ടില്ല. രൂപങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഹോളി റെഡിക്സ് എന്നാണ് ഹോളി ടോയ്ലറ്റ്സ് അത് വഴിയാണ് ടോയ്ലറ്റ്സ്. അरे ഇതാണ് ടോയ്ലറ്റ്സ്, ഈ തടി കൂടി ടോയ്ലറ്റാണെന്ന് പറയാം. ത്രീ അബോർഡ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ടോംബാണ്. ടോംബെന്ന് പറഞ്ഞാൽ ശവകല്ലറ. അതെല്ലാം അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് നടത്തുന്നത്. നമ്മുടെ വില്യം കോണർ മേജ് യോർക്കിലെ ലോഡായിരുന്നു. 1891 ഇതിൻ്റെ അകത്ത് അയാളെ ശവമാണ്. അയാളെ മുഖമൊക്കെ അരച്ച് ചെയ്തേക്കണം നോക്കണം. പെർഫെക്റ്റ്. എന്ത് മാർബിളായിരിക്കും ഇത്? മാർബിളാണ്. ഇതിനകത്ത് എല്ലാം കൂടെ ഇതിൻ്റെ സ്കൈൻ്റെ പിക്ചർ അതിൽ ഇത് ലൂസിഫറാണ്. അത് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അല്ലേ? എൻ്റെ മിസ്റ്ററി എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരിക. 1643 ഇവിടെ ഒരു സിവിൽ വാർ നടന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ കുറേ പേര് വിശ്വസിച്ചിരുന്നത് ഈ
പള്ളിയും കാര്യങ്ങളൊക്കെ സൂപ്പർസിഷനാണ്, അത് ഒറിജിനലല്ല. അപ്പോൾ അതിനെതിരെ സിവിൽ വാർ നടന്നു. അപ്പോൾ ഈ പള്ളി ആക്രമിക്കപ്പെട്ടു. അത് ഇംഗ്ലീഷുകാരെ കൊണ്ട് തന്നെയാണ് ആക്രമിക്കപ്പെട്ടത്. അവർ തന്നെയാണ് ഇത് സൂപ്പർസിഷൻ എന്ന് പറഞ്ഞാൽ ചെയ്തത്. ആക്രമിക്കപ്പെട്ട് കുറേ വിൻഡോസും കാര്യങ്ങളെല്ലാം എല്ലാവരും അടിച്ചു ചേർത്ത് ഇതിപ്പോൾ രണ്ടാമത് അതിന് ശേഷം റീബിൽഡ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. ഈ സമയത്ത് ഇതിൻ്റെ ലൈബ്രറി നശിപ്പിക്കപ്പെട്ടു എന്നാണ്. ലൈബ്രറിയിൽ ഇഷ്ടംപോലെ മാനുസ്ക്രിപ്റ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ ഒരു ബുക്ക് മാത്രമേ അവർക്ക് രക്ഷിക്കാൻ പറ്റുകയുള്ളൂ, ബാക്കിയെല്ലാം നശിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഈ തലയിൽ കാണുന്ന ബ്ലാക്കായിട്ടുള്ള എഴുത്തുള്ള ബുക്ക് ഇതെല്ലാം ശവക്കല്ലറീസാണ്. അതൊരു ഇതിൻ്റെ അകത്ത് ശവക്കല്ലറയെന്ന് വിചാരിക്കുക. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മളെ നാട്ടിലെ പള്ളിയിലും ഇല്ല ഈ പരിപാടി. വിൻഡോസിൻ്റെ എല്ലാം ഇതാണ്, ചിത്രപ്പണികളാണ്. ഈ ഗ്ലാസ്സിൽ വരച്ചിരിക്കുന്നത് പെർഫെക്റ്റായിട്ടാണ് വരച്ചിരുന്നല്ലേ ഗ്ലാസ്സിൽ. ചാപ്പൽ എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും ഓൾഡസ്റ്റ്, ഈ ബിൽഡിങ്ങിലെ ഏറ്റവും ഓൾഡസ്റ്റ് പാർട്ട്. ഇത് നിർമ്മിക്കാൻ ഇത് മുതൽ ഈസ്റ്റ് വരെ നിർമ്മിക്കാൻ അവരെടുത്ത് വർഷം 120 വർഷം എടുത്തവർ ഇത് ഫുൾ ബിൽഡിങ് നിർമ്മിക്കാൻ. ഇപ്പം നിങ്ങൾ കാണുന്ന ഇതിൻ്റെ അകത്തുള്ളൊരു ശവക്കല്ലറാണ്. മെമ്മറി ഓഫ് മേരി ദ റെഫ്ലിക് ഓഫ് തോമസ് ഡീക്കൺ. ഇപ്പം നിങ്ങൾ കാണുന്നത് ഇവിടുത്തെ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ശവക്കല്ലറയാണ്. ഈ ശവക്കല്ലറയൊക്കെ ഓക്കെ, പക്ഷേ തലയോട്ടി എന്തിനാണ് ഇവിടെ വരച്ച് വെച്ചിരിക്കണമെന്ന് എനിക്ക് മനസ്സിലാൻ വേണ്ടി ഒരു ദുരൂഹത ഉണ്ടല്ലേ, ഒരു മിസ്റ്ററി. 1118 ഈ ബിൽഡിങ് സ്റ്റാർട്ട് ചെയ്യണം, ബിൽഡ് ചെയ്യാൻ. അപ്പോൾ അത് ഫുൾ ഫിനിഷ് ആയപ്പോൾ 120 വർഷം എടുത്തെന്ന് പറഞ്ഞു. 120 വർഷം. അപ്പോൾ എത്ര തലമുറ, ഒരു 2-3 തലമുറ ആണല്ലേ, പോട്ടെ 3 തലമുറ ഇത് പണിതാണ്. ഈ സ്ഥലത്തോട്ട് കയറണമെങ്കിൽ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇത് യഥാർത്ഥ പിക്ചറൊക്കെ തുണിയിൽ നെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലോട്ട് നോക്കിയാൽ ഇതിൻ്റെ മുകളിലോട്ട് നോക്കി മുകളിൽ എങ്ങനെയാണ് ഇവരിത് എങ്ങനെ തൂങ്ങിക്കിടക്കൂടെ, എവിടെ തൂങ്ങി? ഞാൻ ആ കണ്ണാടിയിൽ എൻ്റെ ഇവിടുത്തെ കൂടെ ചുമ്മാ കയറ് കെട്ടിയായിരിക്കും തൂങ്ങി അടിച്ചത്, അതല്ലേ പെയിൻറ്റ്. ഇതാണ് ഇതെന്ന് പറഞ്ഞാൽ ജീസസ്, പിന്നെ മുമ്പുണ്ടായിരുന്ന ഏർലി സെയിൻസ്, അവരെ പിക്ചേഴ്സാണ് കാണുന്നത്. ജീസസ് കാണാൻ അറിയിക്കുന്നത്. ചെറിയ ചെറിയ മാർബിൾ കല്ലുകൾ അടുക്കി വെച്ചേക്കാണ്. ഈ സൈഡിൽ എത്തി ആ തിളക്കം ഉണ്ടാകും. ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന ക്ലോക്കാണ്, പക്ഷെ അതിന് സൂചിയും കാര്യങ്ങളൊന്നുമില്ല. 1450 ക്ലോക്കാണ്, മെക്കാനിസമാണ്. എങ്ങനെയാണ് അവർ ടൈം പറയുന്നത്? എല്ലാ 30 മിനിറ്റിലും ഈ ബെല്ലടിക്കും. ഇതിലൊരു ബെല്ലുണ്ട്, ബെല്ലിങ്ങനെ എല്ലാ 30 മിനിറ്റിലും അടിക്കും. അപ്പം ഇവിടുത്തെ മോങ്സിനെ അറിയാൻ പറ്റും ഏത് സമയത്താണ് പ്രേ ചെയ്യേണ്ടത്. അങ്ങനെയാണ് അവർ ടൈം ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ കാലത്ത്. നമ്മുടെ നാട്ടിൽ അധികം കണ്ടുള്ള കാര്യമാണ് ഇവർ ഈ പഴയ ബിൽഡിങ്ങാണ്. പക്ഷേ ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങും, ഈവൻ ചർച്ച്, അങ്ങനെ ഹൗസ് എല്ലാം ഒരു കാലം കഴിയുമ്പോൾ അവർ എന്തിനാണ് റിനോവേറ്റ് ചെയ്യും, ഇൻഫ്രാസ്ട്രക്ചർ സ്ട്രോങ് ആക്കാൻ വേണ്ടി. അതായത് അതിൻ്റെ കാലപ്പഴക്കം കൊണ്ട് അതിന് ഒരു ഇതും വരാതിരിക്കാൻ വേണ്ടി. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പണി നടക്കുന്നു. കളിക്കുന്ന സ്ഥലമാണ്. അതിൽ കുത്തോണിയാണ്, തടിയിൽ പണി വെച്ചുകൊണ്ട് കത്തീഡ്രൽ നടക്കാൻ പോണ ഈവൻസിനെ പറ്റി പറയുന്നത്. അതായത് അബ്ബാര ക്യാൻഡിൽ ലൈറ്റിൻ്റെ ഇതുണ്ട്, പിന്നെ പോപ്പ് കോസ് ക്ലാസിക്കിൽ അതിൽ അതൊക്കെ പറയുന്നത് കോൾഡ്ബേ, എഡ് ഷീറൻ, ഓസീസ്, അതിൻ്റെ ഇവരൊക്കെ ഈവൻസ്. കത്തീഡ്രലിൻ്റെ മാപ്പാണ്, അതിൻ്റെ മിനിയേച്ചർ മാപ്പും കാര്യങ്ങളാണ്. ഇതാണ് കത്തീഡ്രൽ മേളിൽ നിന്ന് നോക്കി എങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെ ഇത്. നല്ല വെയിലുള്ള ദേഹമാണ്, എല്ലാവരും വെളിയിറങ്ങിയിട്ടുണ്ട്. ഇത് വെയിൽ വന്ന ഇതാണ് പരിപാടി.
ഇങ്ങനെയുള്ള കിടക്കാനും പാർക്കണം, ഇങ്ങനെയുള്ള പുൽമേടിയിൽ പോയി ഒരു കിടക്കും വെയിൽ കിട്ടാൻ. പിന്നെ നമ്മളെ പോണ കല്ലറകൾ ശവക്കുടീരാണ്. ഇതാണ് എൻ്റെ സൈഡിലേക്ക്. ഇത് എല്ലാം പള്ളിയുടെ ഭാഗമായിട്ടുള്ള ബിൽഡിങ്ങാണ്. അതൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ ഇപ്പോൾ ആൾക്കാർ താമസിക്കുന്നു. റൈറ്റ് സൈഡാണ്. അപ്പോൾ അവിടെ ഈ മോങ്സ് ഒക്കെ താമസിക്കുന്ന ഡോർമെറ്ററി ഫാക്ടറികളുള്ള പാസേജാണ്. പാസേജ് വഴി നമ്മൾ കയറുമ്പോൾ അത് പള്ളിയുടെ റൈറ്റ് സൈഡാണ്. അതായത്